ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെയാണ്. ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിച്ചതായി ഭക്ഷ്യമന്ത്രിയും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഭക്ഷ്യമന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ കാര്യം അറിയിച്ചത്. ഭക്ഷ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: 2021 ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം 30/10/2021 അവസാനിക്കുകയാണ്. 2021 നവംബർ മാസത്തെ റേഷൻ വിതരണം 1/11/2021 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്നുമാണ് ഭക്ഷ്യമന്ത്രി 2 മണിക്കൂറുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത്. നവംബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുമെന്നുള്ളത് നാളെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നാളെ ഇത് പുറത്തു വിടുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് എന്തെല്ലാം ലഭിക്കാനാണ് സാധ്യത എന്നുള്ളത് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ ആളുകളും നവംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണത്തെ കാണുന്നത്. കാരണം പ്രളയമാണ് ഈ ഒരു മാസം ഉണ്ടായത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കൂടുതൽ അരി അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെടുകയും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അത് അനുവദിക്കാമെന്നും പറയുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കൂടുതൽ സ്പെഷ്യൽ അരി അനുവദിക്കാനുള്ള ഓരോ റേഷൻ കാർഡിനും നിർബന്ധമായും ലഭിക്കുന്ന സാധനങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളും എന്തെല്ലാം എന്ന് നോക്കാം. മഞ്ഞ റേഷൻ കാർഡിന് എന്തായാലും ലഭിക്കുന്ന സാധനങ്ങളാണ് പറയുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും 1 കിലോ പഞ്ചസാരയും 1 കിലോ പഞ്ചസാരയ്ക്ക് 21 രൂപയും നൽകേണ്ടി വരും. കേന്ദ്ര വിഹിതമായിട്ടുള്ള സ്പെഷ്യൽ അരി ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ലഭിക്കുന്നതാണ്. ഈ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കിലോക്ക് 2 രൂപ നിരക്കിൽ ലഭിക്കും. 1 കിലോ ആട്ട ലഭിക്കും. അതിന് 8 രൂപ നൽകേണ്ടി വരും. കേന്ദ്ര വിഹിതമായിട്ടും ഓരോ വ്യക്തിക്കും ഇതേപോലെ തന്നെ 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും. അത് സൗജന്യമായിരിക്കും. സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് നവംബർ മാസം പ്രതീക്ഷയുടെ മാസമാണ്. എന്തായാലും അവർക്ക് 2 കിലോ അരിയും ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിലും 1 മുതൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. സ്പെഷ്യൽ അരിയുടെ സാധ്യതയുണ്ട്. പക്ഷേ 1-ാം തീയതി മുതൽ തന്നെ സ്പെഷ്യൽ അരി ലഭിക്കുകയില്ല. കേന്ദ്രവിഹിതം ലഭിച്ചതിന് ശേഷമായിരിക്കും ആ സ്പെഷ്യൽ അരിയുടെ വിതരണം ഉണ്ടാകുക. അത് ആ സമയത്ത് കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. ഇനി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വന്നാൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതുമാണ്. വെള്ള റേഷൻ കാർഡിൻ്റെ കാര്യവും സമാനമാണ്. അവർക്ക് കാർഡിൽ കേവലം 3 കിലോ അല്ലെങ്കിൽ 4 കിലോ അരിയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുക. 1 മുതൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. സ്പെഷ്യൽ അരിയുടെ കാര്യം ഇപ്പോൾ പറയാനാകില്ല. എന്തായാലും സ്പെഷ്യൽ അരി ഈ ഒരു നവംബർ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മാസം ഒരു കാർഡിനും ഭക്ഷ്യക്കിറ്റ് ഉണ്ടാകുകയില്ല. പക്ഷേ അടുത്ത മാസം ഭക്ഷ്യക്കിറ്റിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഒരു ക്രിസ്മസ് കിറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മണ്ണെണ്ണയുടെ വിതരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബർ മാസത്തിൽ വാങ്ങാത്ത ആളുകൾക്ക് മണ്ണെണ്ണ ഈ നവംബർ മാസത്തിലും ലഭിക്കും. 3 മാസത്തിലാണ് മണ്ണെണ്ണയുടെ വിതരണം. മണ്ണെണ്ണ മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 ലിറ്ററും വെള്ള റേഷൻ കാർഡിന് 1/2 ലിറ്ററുമാണ് ലഭിക്കുന്നത്. വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 8 ലിറ്റർ മണ്ണെണ്ണയാണ്. അത് 4 ലിറ്റർ നവംബർ മാസത്തിലും 4 ലിറ്റർ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലും മേടിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്നും മൂന്നാറിലേക്കുള്ള ഉല്ലാസയാത്രാ സർവീസിനു പിന്നാലെ മലപ്പുറത്തു നിന്നും ആരംഭിച്ച മലക്കപ്പാറ KSRTC യാത്രക്കും മികച്ച പ്രതികരണം ലഭിച്ചു. ഞായറാഴ്ചയാണ് ആദ്യ യാത്ര ആരംഭിക്കുക. കാട്ടിലൂടെയുള്ള മലക്കപ്പാറ യാത്ര കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കാനുള്ള അവസരമാണ് മലപ്പുറം KSRTC ഒരുക്കുന്നത്. രാവിലെ പുറപ്പെടുന്ന ബസ് ഉച്ചയ്ക്ക് 12:30-നും 1:30-നും ഇടയിൽ മലക്കപ്പാറയിലെത്തും. ഉച്ചയ്ക്ക് 2:30 തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് മടങ്ങും. രാത്രി 10 മണിയോടെ മലപ്പുറത്ത് തിരിച്ചെത്തും. ഏകദിന യാത്രയ്ക്ക് ഒരാൾക്ക് 600 രൂപയാണ് ഈടാക്കുന്നത്. ഭക്ഷണം പാക്കേജിൽ ഉൾപ്പെടുന്നില്ല. അതേസമയം മലക്കപ്പാറയിൽ നാടൻ ഭക്ഷണ സൗകര്യം ഒരുക്കുന്നുണ്ട്. സ്പോർട്സ് കോട്ട നിയമനത്തിന് KSEB അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നവംബർ 20 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. വിശദമായ വിവരങ്ങൾക്ക് www.kseb.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാനത്ത് തുടർച്ചയായ 2-ാം ദിവസവും സ്വർണ്ണവില ഇടിഞ്ഞു. പവന് 120 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില 35,780 രൂപയായി. 15 രൂപ കുറഞ്ഞ് 4,470 രൂപയായി.
ഇന്ധനവില വർദ്ധിക്കുക തന്നെയാണ്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 111 രൂപ 15 പൈസയായി. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.